കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 13ാമത്തെ രാവിലെ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ ഇത്രത്തോളം സമയം പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് സാവകാശം നൽകിയല്ലോ. ഈ പ്രഭാതത്തിൽ വിവിധ രാജ്യങ്ങളിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കേണ്ടതിന് ആഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നമ്മളൊരു സ്പിരിച്വൽ വാർഫെയറിനുള്ള ബന്ധത്തിൽ പട്ടണത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇതിനിടയിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ കൂടുതൽ സമയമെടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. സാധാരണ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഇപ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് സമയമെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ നമുക്ക് അല്പനേരം കൂടെ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്, എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ കൂടുതൽ ഉപവാസത്തിൽ ദേശത്തിന് വേണ്ടിയും ഉണർവിന് വേണ്ടിയും പട്ടണത്തിന് വേണ്ടിയൊക്കെയാണ് കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് സമയമെടുക്കാറ്. പക്ഷേ ഈ പ്രാവശ്യം ചില ദിവസങ്ങളായിട്ട് കുടുംബങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി ആത്മരിലങ്ങളുടെ തലങ്ങളുടെ ആഴങ്ങൾ തുറക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ എന്താണോ ദൈവാത്മാ നിയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങളെ സ്വപ്നങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാൻ അറിയാതെയാണ് സ്വപ്നങ്ങളിലേക്ക് പോയത്. ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല സ്വപ്നങ്ങളിലേക്കും പൈശാചിക ശക്തികളുടെ അറ്റാക്കുകൾ സ്വപ്നത്തിലുണ്ടാകുന്നതിൽ നിന്നൊക്കെ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ഈ ദിവസങ്ങളിൽ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ എൻ്റെ വീട്ടിനകത്തേക്ക് ഒരു ഫാമിലി വരുവാനിടയായിരുന്നു. ഈ പട്ടണത്തിലുള്ള അത്യാവശ്യം നല്ല കുടുംബത്തിലുള്ളൊരു കുടുംബമാണ്. വന്ന് ഞാൻ കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നയാൾ പറഞ്ഞത് ഒരു ഭയങ്കര എന്താ പറയുക, കേഴ്സിൻ്റെ അറ്റാക്കുള്ള ഒരു ബാരിയറുകൾ വഹിക്കുന്ന കുടുംബമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ ഒരു സാക്ഷ്യം ചെറുതായിട്ട് പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ വന്നിരിക്കുന്ന കുടുംബത്തിലുള്ള ഭാര്യയും ഭർത്താവും രണ്ടുപേരും വിശ്വാസികളല്ല, നമ്മൾ പറയുന്ന വിശ്വാസികളല്ല, പക്ഷേ കണ്ടമാനം സ്വപ്നം കണ്ടിരിക്കുകയാണ്. അതിൽ ആ സഹോദരൻ ഭർത്താവ് തൻ്റെ നല്ല സമയത്ത് താൻ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീഴുന്നു, മൃഗങ്ങൾ തന്നെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു. അത് എന്തൊക്കെയാണോ താൻ കണ്ടത് അതൊക്കെ കാണും തോറും തൻ്റെ കുടുംബത്തിനകത്ത് ഭയങ്കര തകർച്ചകൾ സംഭവിക്കുകയാണ്. തൻ്റെ സാമ്പത്തിക തലത്തിൽ, തൻ്റെ ജോലി മേഖല, എല്ലാ മേഖലകളിലും. അത് കഴിഞ്ഞ് തനിക്ക് കുറച്ച് നാൾ മുമ്പ് തന്നെ ഒരു പാമ്പ് കടിക്കുന്ന സ്വപ്നം കണ്ടു. അതോടുകൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ തൻ്റെ ശരീരത്തിനകത്ത് രക്തസംബന്ധമായ രോഗം തുടങ്ങി. തൻ്റെ മേൽ ഇപ്പോൾ തനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തനിക്ക് ഹാർട്ടിനൊരു അറ്റാക്ക് വന്ന ഒരു മേജർ ഓപ്പറേഷൻ, ഓപ്പൺ ഹാർട്ട് സർജറി നടന്നു എന്നാണ് എൻ്റെ അറിവ്. മേജർ സർജറി നടന്നു. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം, നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പഠിച്ചത് എത്രയോ കുടുംബങ്ങളെ പിശാച് ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുന്നു തിരിച്ചറിയാതെ. അപ്പോൾ തിരിച്ചറിവില്ലാത്തത് കൊണ്ട് തകരുന്ന കുടുംബങ്ങൾ. ഒടുവിൽ 4 മണിക്കൂർ ഞാൻ ആ കുടുംബത്തോട് സംസാരിച്ചു. ഒടുവിൽ പ്രാർത്ഥിച്ചപ്പം ഒടുവിൽ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന ദൈവദാസൻ പറഞ്ഞത്, പാസ്റ്റർ, ആ വ്യക്തി പ്രാർത്ഥിച്ചപ്പോൾ ആദ്യം അകത്തിരുന്നു കൊണ്ട് ഒരാൾ ചിരിക്കുകയായിരുന്നു ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തൻ്റെ ശരീരത്തിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ശക്തി തൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയ അനുഭവം എനിക്കുണ്ടായി എന്ന് പറയാൻ വേണ്ടിയായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം, നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മളുടെ അനുഗ്രഹത്തിനും ഉയർച്ചകൾക്കും ഒക്കെ തടസ്സമായി നമ്മുടെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നിൽക്കുന്ന ശക്തിയുടെ വ്യാപാരങ്ങളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഉറപ്പോടെ അതിനെ എടുത്തു മാറ്റി നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹമാക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല നമ്മുടെ തലമുറകൾ, നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങൾ എന്താണ്. ദൈവത്തെ വിട്ട് വാക്കുകളാലോ പ്രവൃത്തികളാലോ ഒക്കെ അകലുന്നവർ നമ്മുടെ കുടുംബത്തിലുണ്ടായിരിക്കാം. എല്ലാ കുടുംബത്തിനകത്തും സ്പിരിച്വൽ മെച്യൂരിറ്റി ഉള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കും. ആ വ്യക്തി ആ ഭവനത്തിൻ്റെ ആത്മീക അനുഗ്രഹങ്ങളുടെ കാവൽക്കാരനാണെന്ന് വേണം നമുക്ക് പറയാനായിട്ട്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവം നിങ്ങളെയാണ് വെച്ചിരിക്കുന്നതെന്നൊരു ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടാകണം. ദൈവം നിങ്ങളോട് സ്വപ്നങ്ങളോട് സംസാരിക്കും. ദൈവം നിങ്ങളോട് ഇടപെടാൻ തുടങ്ങും. ഞാൻ ഇന്ന് എടുക്കാനിരുന്ന വാക്യം അതാണ്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിട്ടുള്ളത് പ്രായമായിട്ട് ഇങ്ങനെ നടക്കാനൊന്നും പറ്റാതെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് കാണാനുള്ളതാണ് സ്വപ്നം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ അതെൻ്റെ ഒറ്റ നോട്ടത്തിലുള്ള വായനയിൽ ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. പക്ഷേ എനിക്ക് യോഹന്നാൻ്റെ ലേഖനവുമായിട്ട് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, യൗവനക്കാർ പുത്രന്മാരെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ദൈവിക വളർച്ച പ്രാപിച്ച ഹൂയോസ്മാരാണ്. എൻ്റെ ഹൂയോസ്മാർ പ്രവചിക്കും, പുത്രന്മാർ പക്വത വന്നവരിലെ മേൽ ദൈവാത്മ പ്രവചന വരത്തിൻ്റെ ആത്മാവിനെ തുറക്കും.
വൃദ്ധന്മാർ, യൗവനക്കാർ അവർ ദുഷ്ടനെ ജയിച്ചവരാണ്. എന്നാൽ ഈ വൃദ്ധന്മാർ, പിതാക്കന്മാർ ആദ്യം മുതലേ ദൈവത്തെ അറിഞ്ഞവനാണ്. ഇങ്ങനെ വേണം നമ്മൾ ആ മൂന്ന് കൂട്ടത്തെ തിരിക്കാനായിട്ട്. കർത്താവ് അങ്ങനെ ദൈവസഭയുടെ മേൽ അങ്ങനെ പരിശുദ്ധാത്മാവ്, ദൈവിക വരങ്ങളുടെ ആഴങ്ങൾ ദൈവാത്മാവ് തുറക്കാൻ പോവുകയാണ്. നമുക്കിന്ന് രാവിലെ നമ്മുടെ കുടുംബങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ വാക്യം ഇന്നലെ നമ്മളിത് പറഞ്ഞാണ് നിർത്തിയത്. ഒരാൾ ഈ വാക്യം ഒന്ന് വായിക്കാമോ? യാക്കോബിന്റെ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. 2-3 വാക്യങ്ങൾ വായിച്ച് നമുക്ക് നിങ്ങൾ ഈ വാക്യങ്ങൾ ധ്യാനിച്ച് നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. എന്നെ വിടുക എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ ഉറങ്ങുകയാണോ? എന്നെ വിടുകയില്ല അവൻ പറഞ്ഞു. ഹലോ, എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. എന്റെ സൗണ്ട് കേൾക്കാം? കേൾക്കാം. എനിക്ക് തിരിച്ച് അവിടെ നിങ്ങോട്ട് പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. വായിച്ചു വാക്യം 2-3 പ്രാവശ്യം വായിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിങ്ങൾ പറയുന്നത് എനിക്ക് ഇങ്ങനെ തിരിച്ചു കേൾക്കില്ല, അതാണ് കുഴപ്പം. ഓക്കെ, സാരമില്ല. ഇവിടെ യാബോക്ക് കടവിന്റെ തീരത്ത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് കേട്ടോ. ഇത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, അറിയാത്ത കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ സൂക്ഷ്മതയോടെ നിങ്ങൾ ഈ കാര്യങ്ങൾ ഇച്ചിരി ദൈവാത്മാവിനാൽ ചിന്തിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ഈ വാക്യങ്ങളിലേക്ക് ഒന്ന് കൊണ്ടുപോവുകയാണ്. ഞാൻ ഏതോ ഒരു സെക്ഷനിൽ ഒന്ന് ഈ വാക്യം പറഞ്ഞിരുന്നു, പക്ഷെ നിങ്ങളത് ഒന്നുകൂടി ഒന്ന് ധ്യാനിക്കണം, ചില മിനിറ്റുകൾ മാത്രം. ഓക്കെ, ഇവിടെ നോക്കൂ നിങ്ങൾ. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നിന്റെ പേര് എന്ത് എന്ന് അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോട് മനുഷ്യരോട് മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. യാക്കോബ് അവനോട് നിന്റെ പേര് പറഞ്ഞു വരണമെന്ന് ചോദിച്ചതിന് എൻ്റെ പേര് ചോദിക്കുന്നത് എന്ത് എന്ന് അവൻ പറഞ്ഞു. അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടു എന്ന് പറഞ്ഞ് അവൻ ആ സ്ഥലത്തിന്, എന്നിട്ടും എനിക്ക് ജീവകാനി വന്നില്ലെന്ന് പറഞ്ഞ ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. പെനിയേൽ എന്ന് പേരിട്ടു. താഴേക്ക് ഞാൻ വായിക്കുന്നില്ല. ഇവിടെ യാബോക്ക് കടവിൻ്റെ തീരത്ത് യാക്കോബ് തനിക്കുള്ള സകലതിനെയും, തൻ്റെ ഭാര്യമാരെ, തൻ്റെ വസ്തുക്കളെ, സമ്പത്തിനെയൊക്കെ തന്നെ അക്കരെ കടത്തിയ ശേഷം അവൻ ഒറ്റയ്ക്ക് വന്നപ്പോൾ അവൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ വേണ്ടി അവിടെ ഒരു പുരുഷൻ ഇറങ്ങി വന്ന് നിൽക്കുന്നു. നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അവനെ ജയിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ അവൻ്റെ തടം തൊട്ടു. കണ്ടോ, യാക്കോബിനെ ജയിക്കാൻ കഴിയാത്ത ദൂതൻ, യാക്കോബിന്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ദൂതൻ. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? യാക്കോബിന്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ദൂതൻ. യാക്കോബ് എന്തിനാ പോയത്? യാക്കോബ് പോയത് ഒറ്റയ്ക്ക്. ഏശാവ് കടന്നു വരുമ്പോൾ ഏശാവിൽ നിന്ന് ദൈവത്താൽ ഒരു സംരക്ഷണം ഉണ്ടാകേണ്ടവന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ്. തന്നെ ദൈവാത്മാവ് ഭയങ്കരമായിട്ട് അങ്ങ് മെറ്റീരിയൽ ബ്ലസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ ചരിത്രമൊക്കെ നമുക്കറിയാം. ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അകത്ത് ഇതിൻ്റെ അർത്ഥം ഒന്നുകൂടെ മനസ്സിലാകും. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലാണ് അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് യാക്കോബ് ഇറങ്ങി പുറപ്പെട്ട് ലൂസിൽ വെച്ച് ദൈവാത്മാവ് അവനോട് ഇടപെടുകയാണ്. രാത്രി സ്വപ്നത്തിനകത്ത് ഇറങ്ങി വന്ന് ദൈവം അവനെ അനുഗ്രഹിക്കുകയാണ്. ഞാൻ ഇന്നലെ ഇത് പറഞ്ഞതാണ്. ദൈവം അവനെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ദൈവം അവനോട് സംസാരിക്കുകയാണ്. ഞാൻ വായിക്കാം, എനിക്ക് നിങ്ങൾ വായിക്കുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. അതിന് മീതെ യഹോവ നിന്ന് അരുളി ചെയ്ത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നിന്റെ സന്തതി മുഖാന്തരം നിന്റെ സന്തതി പരക്കും. നീ മുഖാന്തരം നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും, ഈ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ, നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ബറാക്ക ആയി മാറും. അപ്പം ദൈവം
ആ, യാക്കോബിനോട് പറയുന്ന അനുഗ്രഹം, നീ ഒരു അനുഗ്രഹമായി മാറും. നീ മുഖാന്തരം, നിന്റെ സന്തതി മുഖാന്തരം നീ അനുഗ്രഹമായി മാറും. ഇപ്പോൾ ഇവന് അത്യാവശ്യം സാമ്പത്തിക നന്മയുണ്ട്. ലാബാന്റെ ഒട്ടുമിക്ക സമ്പത്തും ഇപ്പോൾ യാക്കോബിലേക്ക് ദൈവാത്മാവ് കാണിച്ച സ്വപ്നത്താൽ കൈമാറ്റം ചെയ്യപ്പെട്ടു. പക്ഷേ യാക്കോബിനറിയാം ഇതല്ല യഥാർത്ഥ അനുഗ്രഹം. യാക്കോബ് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അപ്പൊ അനുഗ്രഹത്തിനകത്ത് ചേട്ടന്റെ മനോഭാവത്തിൽ നിന്നുള്ള സംരക്ഷണമുണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ഏത് വ്യക്തിയുടെ ഏത് മനോഭാവത്തിൽ നിന്നും ദൈവത്താൽ വരുന്ന അനുഗ്രഹം നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതാണ്. ഒന്നാമത്തെ ചിന്ത അതാണ്. എന്നാൽ എൻ്റെ രണ്ടാമത്തെ ചിന്തയാണ് പ്രധാനമായത്. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ റിലത്തെ ഓവർകം ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഞാനിപ്പോൾ ചോദിക്കുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ അനുഗ്രഹത്തിന് വിരോധമാണ് പൈശാചിക സാമ്രാജ്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൈശാചിക സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യണം, സ്പിരിച്വൽ വാർഫെയർ ചെയ്യണം. സത്യമാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയുടെ മാത്രമേ നമുക്ക് സ്പിരിച്വൽ വാർഫെയർ ചെയ്യാനായിട്ടുണ്ട്. പക്ഷെ എൻ്റെ ചോദ്യം, സ്പിരിച്വൽ വാർഫെയർ നിങ്ങൾ പൈശാചിക ശക്തിയോട് ചെയ്യുമ്പോൾ മറുഭാഗത്ത് നിങ്ങൾ അനുഭവിക്കേണ്ട ഒരു അനുഗ്രഹത്തിന്റെ തലം അനുഭവിക്കേണ്ടവന് നിങ്ങൾ അടുത്ത ഒരു സ്പിരിച്വൽ റിലത്തിലേക്ക് കയറേണ്ട ആവശ്യമുണ്ടോ? ഓരോ സ്പിരിച്വൽ റിലത്തിനും ഗാർഡിയനായിട്ട് ദൈവത്തിന്റെ ദൂതന്മാരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിരിക്കുന്ന മുറിക്കകത്തൊരു ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ, നിങ്ങളിരിക്കുന്ന മുറിക്കകത്തൊരു അഭിഷേകത്തിന്റെ ചൈതന്യം വെളിപ്പെടുമ്പോൾ, നിങ്ങളിരിക്കുന്ന മുറിക്കകത്തേക്ക് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുമ്പോൾ, ഒരു മിറക്കിൾ റിലം ഓപ്പൺ ആകുമ്പോൾ വ്യത്യസ്ത ആത്മീക തലം വഹിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. നമ്മൾ അങ്ങനെയുള്ള റിലങ്ങളിലേക്ക് അധികം പ്രവേശിക്കാത്തതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വലിയ പരിചയമില്ല. അപ്പൊ നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു അനുഗ്രഹം തുറക്കുന്നവന് തടസ്സമായി നിൽക്കുന്നത് പിശാചും പൈശാചിക ശക്തിയുമാണ്. മറുഭാഗത്ത് ഇത് തുറക്കാൻ സ്പിരിച്വൽ റിലങ്ങൾ വഹിക്കുന്ന ദൂതന്മാരുമായിട്ട് നിങ്ങൾക്കൊരു കൂട്ടിമുട്ടലുണ്ടാകും. ഏഞ്ചലിക് റിലവുമായിട്ട് നിങ്ങൾക്ക് കൂട്ടിമുട്ടും. ഇവിടെ നിങ്ങൾ ദൂതനെ ആരാധിക്കുകയോ ദൂതനെ ബഹുമാനിക്കുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത്. ദൂതന്മാർ അതാത് റിലങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. ഇവിടെയാണ് ഇങ്ങനെയുള്ള റിലങ്ങൾ തുറന്നു വരുമ്പോഴാണ് ഇത് ദൈവാത്മാവിനാൽ സംഭവിക്കുന്നതാണ്. ഇവിടെ നമ്മളൊന്നും ചെയ്യണ്ട. നിങ്ങൾ ദൈവം പറഞ്ഞ വാഗ്ദത്ത വചനങ്ങൾ വിശ്വസിച്ച് ദൈവത്തോട് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നന്മകൾ നല്ലതാണ്. ഇതിനകത്തൊന്നും നിങ്ങൾ രസിക്കാതെ, അതല്ല വലുത്, അതിനേക്കാൾ വലുത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ആ യാബോക്കിന്റെ ആ ലൂസിൽ വെച്ച് എന്നോട് പറഞ്ഞ അനുഗ്രഹം ഉണ്ടല്ലോ, നിന്നെയും നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹമാക്കുമെന്ന്, ഈ ദേശം എനിക്ക് തരാമെന്ന്, നിന്റെ സന്തതി മുഖാന്തരം ലോകത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന്. ആ അനുഗ്രഹം എൻ്റെ മേൽ തുറക്കണം. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഇത് നിങ്ങളുടെ അകത്തുനിന്ന് വെളിപ്പാടോടെ പറയാൻ പറ്റുന്നുണ്ടോ? വചനം വിശ്വസിച്ചുകൊണ്ട് ഇത് പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ് കേട്ടോ. എന്നെ കർത്താവ്, അത് ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തികമായിട്ടുള്ള നന്മയോ വീടിൻ്റെ വലിപ്പപ്പെടുത്തുന്നതോ കാറിൻ്റെ എണ്ണം വർദ്ധിക്കുന്നതോ മക്കൾ വിദേശത്ത് പോകുന്നതോ ജോലി കിട്ടുന്നതോ ഇപ്പോഴുള്ള ജോലി പ്രൊമോഷൻ ആകുന്നതോ ഒന്നുമല്ല നമ്മുടെ അകത്ത് വരേണ്ടത്. ദൈവം എൻ്റെ കുടുംബത്തെ ദൈവത്തിന്റെ വചനത്താൽ ദൈവം എത്തിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഡെസ്റ്റിനി ഉണ്ട്. യാക്കോബിനുള്ള ബന്ധത്തിലാണ് 28-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്. അവനുള്ള ബന്ധത്തിൽ ഇപ്പോൾ ചെറിയ അനുഗ്രഹമൊക്കെ ഉണ്ട്, നന്മയൊക്കെ ഉണ്ട്. പക്ഷെ ഇതല്ല അനുഗ്രഹം. ദൈവം എനിക്കൊരു സന്തതിയെ തന്ന സന്തതി മുഖാന്തരം എന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതിലേക്ക് എത്തണം. എത്ര പേര് ഇന്ന് രാവിലെ അങ്ങനെ പ്രാർത്ഥിക്കും? നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മുറിക്കകത്ത് നിങ്ങൾ ഈ ഒരു സ്പിരിച്വൽ റിലവുമായിട്ട്, ഒരു സ്പിരിച്വൽ റില, അടുത്തൊരു റിലം നിങ്ങളുടെ മേൽ, അടുത്തൊരു ഡയമെൻഷൻ നിങ്ങളുടെ മേൽ ഓപ്പൺ ആയി വരും. അവിടെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഭാഷകൾ, ഇന്റിമസിയിലുള്ള പ്രാർത്ഥനകൾ മറ്റൊന്നിനുമല്ല. അപ്പൊ നമ്മളാണ് എന്താ ചെയ്യുക? നമ്മളാണ് ചെയ്യുന്ന കാര്യം, നമുക്ക് എല്ലാവരും കൂടെ ഇന്ന് രാവിലെ ഒരു കൂട്ട പ്രാർത്ഥന വയ്ക്കാം. മക്കളെല്ലാവരും കൂടെ വന്നേ, സഹോദരിമാരെ എല്ലാവരും കൂടെ വന്നേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് യാക്കോബിനറിയാം ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല,
ഈ പ്രാർത്ഥന ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാനാണ് ദൈവശബ്ദം കേട്ടിട്ടുള്ളവർ, ഞാനാണ് ഞാനാണ് ലൂസിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടുള്ളവർ, ദൈവം എന്നോടാണ് ഉടമ്പടി ചെയ്തിട്ടുള്ളവർ. അതുകൊണ്ട് എനിക്കൊരു കാര്യം ഗ്യാരണ്ടിയാണ്, എൻ്റെ മേൽ തുറക്കുന്ന അനുഗ്രഹം എൻ്റെ തലമുറകളുടെ മേൽ, എൻ്റെ കുടുംബത്തിന് മേൽ വെളിപ്പെട്ട് വരുമെന്ന്. ഇന്ന് രാവിലെ ഈ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന 87 കുടുംബങ്ങളോടും 56 കുടുംബങ്ങളോടും 57 കുടുംബങ്ങളോടും ഞാൻ ദൈവാത്മാവിൽ ഉറപ്പിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ തുറക്കാനുള്ള ദൈവിക അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കുവാൻ നിങ്ങളുടെ വിശ്വാസവും പ്രഖ്യാപനത്തിനും ശക്തിയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിന്മേൽ. അപ്പൊ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം? നമ്മോടുള്ള വാഗ്ദത്തം എന്താണ്? എഫേസ്യ ലേഖനം 1:4 സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹം എൻ്റെ മേലുണ്ട്. ഗലാത്യ ലേഖനം 3:14-13 വായിക്കാം. അബ്രഹാമിന്റെ അനുഗ്രഹം എൻ്റെ മേലുണ്ട്, ന്യായപ്രമാണം അനുസരിക്കുന്നതിന്റെ അനുഗ്രഹം എൻ്റെ മേലുണ്ട്. യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ ക്രിസ്തുവിന്റെ മരണത്തിലൂടെ നമ്മുടെ മേൽ തുറന്നിരിക്കുന്ന മരണപത്രത്തിലുള്ള അവകാശം മൊത്തം എന്റേതാണ്. ഈ 3 കാര്യം നിങ്ങളുടെ അകത്ത് കയറിയോ? 3 അല്ല 4 കാര്യം നിങ്ങളുടെ അകത്ത് കയറിയെങ്കിൽ എൻ്റെ കുടുംബത്തെ ദൈവമേ നീ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഈ 4 അനുഗ്രഹങ്ങളും എൻ്റെ കുടുംബത്തിന്മേൽ തുറക്കണം എന്ന് അകത്ത് ഉറപ്പ് വരുന്നവർ, ആ ഉറപ്പിൽ പ്രാർത്ഥിക്കുവാൻ അകത്ത് ധൈര്യം വരുന്നവർ, വിശ്വാസം വരുന്നവർ, പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കാൻ ധൈര്യം വരുന്നവർ ആദ്യം അന്യഭാഷ പ്രാർത്ഥിക്കണം. കേട്ടോ, ആദ്യം അന്യഭാഷ പ്രാർത്ഥിച്ച്, ഇന്നലെ ഞാൻ കാണിച്ചല്ലോ, നിങ്ങൾ ആ സ്പിരിച്വൽ റിലത്തിനകത്തേക്ക്, ആ ട്രിയൂണിറ്റിക്കകത്തേക്ക്, പിതാവിങ്കിലേക്ക് ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനാൽ പ്രവേശിച്ചു നിൽക്കുന്ന തലങ്ങൾ തുറന്നു വരുമ്പോൾ ഈ ബ്ലെസ്സിങ്ങുകൾ നിങ്ങളുടെ കുടുംബത്തിന് മേൽ നിങ്ങൾ പറയണം. ഈ ബ്ലെസ്സിങ്ങുകൾ നിങ്ങളുടെ കുടുംബത്തിന് മേൽ, നിങ്ങളാണ് അധികാരി, നിങ്ങളാണ് അവകാശി, നിങ്ങളിത് പറയണം. പ്രാർത്ഥിച്ച് 1-2 മിനിറ്റുകൾ മൈക്കിൾ അൺമ്യൂട്ട് ചെയ്ത് ആദ്യം അന്യഭാഷ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ ഭവനങ്ങളുടെ മേലത് പ്രഖ്യാപിച്ച്, നിങ്ങളുടെ തലമുറകളുടെ മേലത് പ്രഖ്യാപിച്ച്, നിങ്ങളുടെ കുടുംബ ജീവിത പങ്കാളിയുടെ മേലത് പ്രഖ്യാപിച്ച് പരിശുദ്ധാത്മാവ് തുറക്കും. ആത്മാവ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നാളുകളായിട്ട് നിങ്ങളുടെ കുടുംബത്തിന്മേൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് തുറക്കാത്ത സ്പിരിച്വൽ ബ്ലെസ്സിങ്ങുകൾ, മെറ്റീരിയൽ ബ്ലെസ്സിങ്ങുകൾ, ഫിസിക്കൽ ബ്ലെസ്സിങ്ങുകൾ, ഫിസിക്കൽ ആരോഗ്യം ദൈവാത്മാവ് തുറക്കും. നിങ്ങളാണ് അവന്റെ കാവൽക്കാരൻ. എന്നോടാണ് ദൈവം സംസാരിച്ചിട്ടുള്ളത്, എന്നെയാണ് ദൈവശബ്ദം കൽപ്പിച്ചിട്ടുള്ളത്, എന്നെയാണ് ദൈവ സ്വപ്നങ്ങൾ കാണിച്ചിട്ടുള്ളത്. ഞാനാണ് എന്റെ ഭവനത്തിന്റെ കാവൽക്കാരൻ, ഞാനാണ് എന്റെ പട്ടണത്തിന്റെ കാവൽക്കാരൻ. ആ വെളിപ്പാടി പ്രാർത്ഥിച്ചോ. സ്പിരിച്വൽ ഇനത്തിനകത്തേക്ക് അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ എൻട്രൻസുകൾ ഉണ്ടാകും. സ്പിരിച്വൽ എൻട്രൻസുകൾ ഉണ്ടാകട്ടെ. അപ്പൊ ഈ ജനത്തിന്റെ അകത്ത് കർത്താവേ അവർ അനുഭവിക്കുന്ന അവസ്ഥകളിൽ നിന്ന് അൽക്കവന നീ ഞങ്ങളെ അനുഗ്രഹിച്ചല്ലാതെ ഞങ്ങൾ നിന്നെ വിടുകയില്ല. ഈ ബ്ലെസ്സിങ്ങിന്റെ ഡോറുകൾ പരിശുദ്ധാത്മാവേ അങ്ങ് പറഞ്ഞത് ഞങ്ങളുടെ ആഗ്രഹമല്ല, ഞങ്ങളുടെ ആഗ്രഹമല്ല. ഈ കുടുംബങ്ങൾ കർത്താവ്, ഈ കുടുംബങ്ങൾ മുഖാന്തരം അവർ താമസിക്കുന്ന ദേശം അനുഗ്രഹമായി മാറാൻ, അവർ താമസിക്കുന്ന പട്ടണം അനുഗ്രഹമായി മാറാൻ, അവർ താമസിക്കുന്ന ആ രാജ്യം അനുഗ്രഹമായി മാറാൻ. ഞങ്ങളുടെ മേൽ കിടക്കുന്ന അനുഗ്രഹങ്ങൾ ആ തലത്തിലുള്ളവാണല്ലോ. അത് ഈ കുടുംബങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവെ അങ്ങ് തുറക്കുവാൻ, ഈ കുടുംബങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് അത് തുറക്കുവാൻ. ശന്തൽ കടകവനർ ശസ്കനാദിന ഞങ്ങളുടെ മേൽ ബ്ലെസ്സിങ്ങിന്റെ ഡോറുകൾ തുറക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ ഈ ഭവനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുവാൻ.
ഹദരഗടഗദന ഹദുരബനഗടഗദന വാത്തൽ പ്രൗഷബന ഹംദൽ ഘടഗദന ഹദുരബനഗടഗദന ഹദരഗടഗദന ഷക്കലേച്ചു രാംധുരിപി ഷഖുറ ദൽഖനാദിന പ്രൗഷസ്കല ബിന പ്രൗഷബന പ്രൗഷസ് ഹംദൽ പ്രൗഷ റഖുറ ബൽ പ്രൗഷ പ്രൗഡബ അംചരാബിന പ്രൗഷബന ഹംദൽ കൂർബിനി വൈഡൽ ഘടഗദന ഖത്തൽ ചനാദിന പ്രൗഷബന ഗദുന ബനഗത്തുരാദന പ്രൗഷബന ഘടഗദന ഹംദൽ ഘടഗദന അങ്ങനത്തെ അനുഗ്രഹത്തിന്റെ തലങ്ങൾ കർത്താവ് ഈ ജനത്തിന്റെ മേൽ കർത്താവ് ഇവരൊക്കെ കണ്ടമാന പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. റബൽ പ്രൗഢമന ഖദരഘടകഥന ഖദൽ ഘടകഥന അങ്ങയുടെ മക്കളായിരിക്കുന്ന അവസ്ഥകളുണ്ട് കർത്താവ്. തലമുറകളുടെ പഠനം, തലമുറകളുടെ ഭാവി, അവരുടെ കർത്താവ് അവരുടെ കർത്താവ് അവരുടെ വിവാഹ ജീവിതം, പല കാര്യങ്ങൾ അങ്ങയുടെ മക്കളുടെ കുടുംബത്തിൽ അവർക്ക് പ്രാർത്ഥന വിഷയമായിട്ടുണ്ട്. എന്നാൽ അതിന്റെ മേലെല്ലാം ഓപ്പണിംഗ് നടക്കുന്നത് ഞങ്ങളുടെ മേൽ തുറക്കുന്ന അനുഗ്രഹത്തിന്റെ തലത്താലാണല്ലോ. അതിപ്പോൾ ഈ കുടുംബത്തിന്റെ മേൽ ശക്തിയോടെ തുറന്നു വരേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് യാക്കോബ് യാബൂക്ക് കടവിന്റെ തീരത്ത് വളർന്നു വന്നതുപോലെ ഇന്ന് രാവിലെ ഞങ്ങൾ നടന്നു വരികയാണ്. കർത്താവ് ദൈവത്താലുള്ള അനുഗ്രഹിക്കപ്പെട്ട ഭാവി, ദൈവത്താലുള്ള അനുഗ്രഹിക്കപ്പെട്ട ഭാവി, ദൈവത്താലുള്ള അനുഗ്രഹം ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളുടെ മേൽ, ഞങ്ങളുടെ തലമുറകളുടെ മേൽ കർത്താവ് അവരുടെ ജോലിയുടെ മേൽ എല്ലാറ്റിന്റെ മേലും അത് തുറന്നു വരുവാൻ ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭകാലത്താണ് ഈ സ്വപ്നങ്ങൾ ദർശനങ്ങൾ എന്ന ഭാഗത്തെക്കുറിച്ച് കണ്ടമാനം പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഞാനത് വീണ്ടും തുടർന്നത് ഈ ഉപവാസത്തിലാണ്. പരിശുദ്ധാത്മാവ് ഈ മേഖല തുറക്കാനായിട്ട് എന്നെ ഭയങ്കരമായിട്ട് പ്രേരിപ്പിക്കുകയാണ്. ഞാൻ ഗ്ലോറി റിലത്തിനെക്കുറിച്ച് ധ്യാനിക്കുകയും പഠിക്കുകയും മിറക്കിൾ റിലത്തെക്കുറിച്ചൊക്കെ പഠിക്കുക, അങ്ങനെ ഒരു ഹയർ റിലത്തിലേക്കുള്ള ഭാഗങ്ങൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് കർത്താവ് എന്നെ ഇങ്ങോട്ട് തിരിക്കുകയായിരുന്നു. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ കാണും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. 3 തലത്തിൽ. അന്ത്യകാലത്തിൻ്റെ ലക്ഷണം നമ്മുടെ സഭകൾ, നമ്മളെല്ലാം വരങ്ങളാൽ നിറയുന്നതാണ്. എന്തിനാണ് വരങ്ങളാൽ നിറയുന്നത്? എന്തിനാണ്? രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇങ്ങനെ കിടന്ന് സ്വപ്നം കണ്ടിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ രസത്തിന് വേണ്ടിയിട്ടാണോ? അല്ല. ദൈവം നമ്മളെ സ്വപ്നങ്ങൾ, ദൈവം നമ്മളെ ദർശനങ്ങൾ, ദൈവം നമ്മളെ പ്രവചനത്താൽ നിറയ്ക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്തുള്ള ഡെസ്റ്റിനിയിലേക്ക്, ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ലക്ഷ്യത്തിലേക്ക് നമ്മെ തിരിക്കേണ്ടതിനാണ്. എന്താണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്? നമ്മളെല്ലാം അത്യാവശ്യം എനിക്കറിയാം ഈ 10-60 പേര് വന്നിരിക്കുന്നവർ നന്നായിട്ട് ദൈവവചനം ധ്യാനിക്കുകയും പഠിക്കുകയും ദൈവത്താൽ വളരുകയും ചെയ്യുന്നവരാണ്. അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ എനിക്കറിയാം UK അർദ്ധരാത്രി, UAയിലൊക്കെ കൊച്ചു വെളുപ്പം കാലത്ത് നിങ്ങൾ രാവിലെ എഴുന്നിട്ട് പ്രാർത്ഥിക്കാൻ കയറിയിരിക്കാൻ കാരണം നിങ്ങളെല്ലാം വളരുന്നവരായതുകൊണ്ടാണ്. ദൈവം അടുത്ത ലക്ഷ്യത്തിലേക്ക് വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരായതുകൊണ്ടാണ്. അപ്പം നിങ്ങളുടെ മേലുള്ള ദൈവവിളിയുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ തിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ നമ്മളെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കും, നമ്മളെല്ലാം പുത്രന്മാരായി വളരുകയാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാം ദൈവം തികഞ്ഞവരാക്കി മാറ്റുകയാണ്. പക്ഷേ എന്താണ് നമ്മുടെ ശുശ്രൂഷ? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഏത് മേഖലയാണ് നമ്മൾ തുടരേണ്ടത്? അത് ദൈവം കാണിക്കുന്നത് സ്വപ്നങ്ങളിലാണ്, ദർശനങ്ങളാലാണ്.
ദൈവം നമ്മളെ ഓരോരുത്തരും എന്താണ് ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത്, അടുത്ത ആഴ്ച എന്ത് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നിങ്ങളെ അങ്ങനെ തിരിക്കാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ കണ്ണ് തുറക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും കൂടി ആഴമായി ദൈവം കാണിക്കാൻ തുടങ്ങും. ഒന്നുകൂടി ആഴമായി ദൈവം കാണിക്കാൻ തുടങ്ങും. മറ്റ് ഒരു ശബ്ദം കൂടാതെ നിങ്ങൾ കൃത്യമായി ദൈവത്താൽ കാണാൻ തുടങ്ങും. ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ എൻ്റെ അകത്ത് കർത്താവ് ഇത് വീണ്ടും വീണ്ടും പറയുകയാണ്. ഞാൻ ഇന്നലത്തെ കൂടെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എൻ്റെ അകത്തൊക്കെ തുറന്നു വരാൻ തുടങ്ങി. ഒരു ബന്ധമില്ലാതെ മദ്യത്തിനും പല ജഡസ്വഭാവത്തിനും വിധേയപ്പെട്ടു നിൽക്കുന്ന വ്യക്തികളോട് കർത്താവ് കൃത്യമായി സംസാരിക്കുന്നു. അവരെ ഭവനത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ. ഞാൻ ഇന്ന് രാവിലെ ദൈവം ഇനി നിങ്ങളെ കാണിക്കാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നിങ്ങൾ കണ്ടിട്ടുള്ള സ്വപ്നങ്ങൾ ദൈവം നിങ്ങളെ കാണിച്ചിട്ടുള്ള കാര്യം ഉറപ്പാണോ? അവിടെ ഞാൻ നിങ്ങൾ കേട്ട പ്രവചനങ്ങളെക്കാൾ നിങ്ങളുടെ അകത്ത് ദൈവം നിങ്ങളോട് സംസാരിച്ച പ്രവചന സ്വപ്നങ്ങൾ, നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ, നിങ്ങൾ കണ്ട ദർശനങ്ങൾ എല്ലാം ഒന്ന് മുമ്പിൽ നിങ്ങളുടെ ഉള്ളിലൊന്ന് കൊണ്ടുവന്നു. എല്ലാം നിങ്ങളുടെ ഉള്ളിലൊന്ന് കൊണ്ട് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇരുന്ന് എഴുതി 100 സ്വപ്നങ്ങൾ കർത്താവിനെ കാണിച്ച് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ എഴുതിയെടുത്തു. മറന്നുപോയി, ബാക്കിയൊക്കെ കുറേയൊക്കെ മറന്നുപോയി. ഇനി ഓർമ്മ വരും. ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, പട്ടണത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഹിതം എൻ്റെ അകത്ത് ദൈവാത്മാവിനെ കാണിച്ചത് ഞാനൊന്ന് എഴുതി വെച്ചു. എൻ്റെ ടാബിനകത്തുള്ള നോട്ടിനകത്ത് ഞാൻ എഴുതി. എന്ത് വിശാലമാണ് ദൈവം കാണിച്ചിരിക്കുന്ന കാഴ്ചകൾ. എൻ്റെ ചോദ്യം, നിങ്ങളെ ദൈവം അങ്ങനെ കാണിച്ചിട്ടുണ്ടോ? ദൈവം നിങ്ങളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന്, നിങ്ങളത് അടിയുറച്ച് വിശ്വസിക്കണം. കഴിയുമെങ്കിൽ നിങ്ങളൊരു നോട്ടിൽ എഴുതി വെക്കണം കേട്ടോ. എഴുതി വെക്കണം, നിങ്ങൾ മറന്നു പോകരുത്. ഒന്ന്. രണ്ടാമത്, നിങ്ങളുടെ കുടുംബത്തിന്മേൽ ദൈവം കാണിച്ച പൈശാചിക തലത്തിൽ നിന്നുള്ള ഒരു അറ്റാക്ക് നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെട്ട് വന്നെങ്കിൽ അതിന് കാരണം പാപമാണ്. പാപം എന്ന ആക്സസിലൂടെ മാത്രമേ പിശാചിന് നിങ്ങളുടെ കുടുംബത്തിൽ എന്തിനെയെങ്കിലും തൊടാൻ പറ്റുള്ളൂ, അല്ലാതെ തൊടാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ അകത്തുള്ള പരിജ്ഞാന കുറവുണ്ട്, ദൈവജ്ഞാനത്തിലുള്ള വളർച്ച കുറവുണ്ട്. പിശാചിനെ പേടിയാണ്, പിശാചിനേക്കാൾ വലിയവനാണ്. ഈ കുറേ ഞാൻ പ്രവാചകന്മാരെന്ന് ഉദ്ദേശിക്കുന്ന എല്ലാവരും അല്ല കേട്ടോ. ചില ഈ കുട്ടിപ്രവാചകന്മാരുണ്ട്, പിശാചിനെ അങ്ങ് വലുതാക്കി പറയും. അവരെയൊക്കെ വാക്കുകൾ കേട്ടിട്ട് പിശാചിനെ പേടിക്കുന്നവരുണ്ട്. അപ്പോൾ പരിജ്ഞാനമില്ലായകയാലും പാപത്താലുമാണ് നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് പിശാചിന് ആക്സസ് കിട്ടുന്നത്. തിരിച്ച് ദൈവം നിങ്ങളെ കാണിച്ചിരിക്കുക ഒരു ഉണർവിന് വേണ്ടി ദൈവം നിങ്ങൾ ഉപയോഗിക്കും. ഒരു പട്ടണത്തെ, രാജ്യത്തെ സ്വാധീനിക്കാൻ, ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ, ഒരു മുസ്ലിം രാജ്യത്തെ, ദൈവമായിട്ട് ഒരു ബന്ധമില്ലാത്ത കിടക്കുന്ന രാജ്യങ്ങളെ സ്വാധീനിക്കാൻ ദൈവം നിങ്ങൾ ഉപയോഗിക്കും. നിങ്ങളത് വിശ്വസിക്കുമോ? നിങ്ങളത് വെറുതെ വിശ്വസിച്ച് കൊണ്ടുവന്നാൽ മാത്രം മതിയോ? അതോ ദൈവം നിങ്ങളെ സ്പിരിച്വൽ റിലത്തിൽ കാണിച്ച ആ കാഴ്ച, ദൈവത്തിൻ്റെ പ്രൊജക്റ്റ് നിങ്ങളിലൂടെ വെളിപ്പെട്ടു വരുവാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഉണ്ട്. ഒന്നാമത് നിങ്ങൾ അറിയണം, നിങ്ങളിലൂടെ അത് തുറക്കുന്നത് ദൈവത്തിൻ്റെ നീതിയാലാണ്. നീതിക്ക് 2 വശമുണ്ട്. രക്ഷിക്കപ്പെട്ടവനാൽ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടു. പക്ഷേ നിങ്ങളുടെ അവയവങ്ങളിൽ നീതിയാകുന്നത് രക്ഷിക്കപ്പെട്ടവനാലല്ല. ഒന്ന്, അത് യേശുവിൻ്റെ രക്തത്താലാണ്. മറ്റൊന്ന്, അവൻ്റെ ജീവനാൽ നിങ്ങൾ അവൻ്റെ സ്വഭാവത്തിലേക്ക് വളരുമ്പോഴാണ് നിങ്ങൾ പുത്രന്മാർ അല്ലെങ്കിൽ ഹൂയോസ് എന്ന തലത്തിലേക്ക് എത്തുന്നത്. ഈ നീതിയാണ് സ്പിരിച്വൽ വാർഫെയറിൽ നിങ്ങൾ ധരിക്കുന്നത്. ഈ നീതിയാണ് നിങ്ങളുടെ മേൽ, രാജ്യങ്ങളുടെ മേൽ ദൈവം നിങ്ങൾ ഉപയോഗിക്കുമെന്ന ദൈവിക വാക്തത്വത്തിലേക്ക് നിങ്ങളെ നടത്തുന്നത്. ഇപ്പം ഞാനീ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പിന്നെ ഒരു പ്രാവശ്യം കൂടെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു വരാം. ഒറ്റ കാര്യം അറിയുക, ദൈവിക നീതിയാണ് നിങ്ങളുടെ മേൽ ദൈവാത്മാവ് കാണിച്ചിരിക്കുന്ന ശ്രേഷ്ഠകരമറിയ വാക്തത്വങ്ങൾ തുറക്കാനുള്ള ആക്സസ്. അത് നിങ്ങളുടെ മേൽ ദൈവാത്മാവ് ദാനമായി നൽകുകയാണ്. ഒന്ന്. രണ്ടാമത്, നിങ്ങൾ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കണം. നിങ്ങൾ ആ വാക്കുകൾ നിങ്ങളുടെ പ്രഖ്യാപനത്താലാണ് ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയ പുത്രത്വത്തിൻ്റെ ആത്മാവാണ് നിങ്ങളുടെ അകത്തിരിക്കുന്നത്. നിങ്ങൾ പ്രഖ്യാപിക്കണം, അതുണ്ടാകട്ടെ, അത് സംഭവിക്കട്ടെ, ദൈവം കാണിച്ച കാര്യം നിവർത്തിക്കപ്പെടട്ടെ. നിങ്ങൾ അത് പ്രഖ്യാപിക്കണം. ഇപ്പോൾ നിങ്ങൾ ദൈവാത്മാവ് കാണിച്ച കാഴ്ചകളുമായിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് തന്നെ കടന്നു ചെല്ലുകയാണ്. അതിനു മുമ്പ് മറ്റേതെങ്കിലും ഒരു തിന്മ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തോടുള്ള ബന്ധത്തിലൊരു നഷ്ടമുണ്ടാകുന്നവ, ഒരു തകർച്ച ഉണ്ടാകുന്നവ, ഒരു മൃഗം അറ്റാക്ക് ചെയ്യാൻ വരുന്നവ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യ സമയത്ത് നിങ്ങൾ അതിനെ ക്യാൻസൽ ചെയ്യണം. അതിന് മുമ്പ് നിങ്ങൾ കർത്താവോട് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പം 3 ഭാഗങ്ങൾ. 1, ഓർത്ത് പ്രാർത്ഥിക്കുക. 2, നിങ്ങൾ കണ്ട നെഗറ്റീവ് സ്വപ്നം അല്ല കേട്ടത്, വേറെ മാർഗം പറയാനില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. നെഗറ്റീവ് തലത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞവരെ നിങ്ങൾ അധികാരത്തോടെ ക്യാൻസൽ ചെയ്യണം. നിങ്ങൾ ക്രിസ്തുവിനകത്താണ്, നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരാണ്.
നിങ്ങളുടെ ഭവനത്തിന്റെ കർത്തൃത്വം ഇനി കർത്താവിനാണ്. അതുകൊണ്ട് പിശാചിനെ തൊടാൻ പറ്റില്ല എന്ന വെളിപ്പാടോടെ നിങ്ങളത് പ്രഖ്യാപിക്കണം. രണ്ടാം ഭാഗം. അപ്പോൾ അവിടെ തീയതായി നടക്കുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാം ക്യാൻസലായി മാറും. മൂന്നാമത് ദൈവാത്മ നിങ്ങളെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് കാണിച്ചത് നിങ്ങൾ നീതിയാകിയാൽ നിങ്ങളുടെ കുടുംബത്തിന് മേൽ വെളിപ്പെട്ട് വരും. ആ ആക്സസ് നിങ്ങളുടെ അകത്തുണ്ട്. നിങ്ങൾ നീതിയാണ്. 2, നിങ്ങൾ പ്രഖ്യാപിക്കണം. 3-4 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് പ്രാർത്ഥിച്ചു. എല്ലാം മൈക്കും അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾ ഏതാണ് സ്പർശിച്ചത്, എന്താണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്, അത് ധ്യാനിച്ച് പ്രാർത്ഥിക്കും. ഷാഖബന ലംദൽ പ്രൗഢബന ഘടകദന ഷസ്കനാദിനാദന വൈഷ പ്രൗഢബന ഘടകബന ഏതെങ്കിലും മേഖലകളിൽ തിന്മയായത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവനെ ക്യാൻസൽ ചെയ്യുകയാണ്. കർത്താവേ, ഞങ്ങളുടെ തലമുറകൾ, ഞങ്ങളുടെ ജീവിത പങ്കാളികൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഇപ്പോ അങ്ങയുടെ ഹിതം വിട്ടു പോയതങ്ങ് ക്ഷമിക്കണമേ. അങ്ങയുടെ ഹിതം വിട്ടു പോയതങ്ങ് ക്ഷമിക്കണമേ. ഞങ്ങൾ അവരുടെ പാപങ്ങളെ അങ്ങ് ക്ഷമിക്കേണ്ടവന് ഞങ്ങൾ അങ്ങയോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഒരു തിന്മയെ ഞങ്ങളുടെ തലമുറകളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിന്മേൽ സംഭവിക്കരുത്. ഇന്ന് രാവിലെ ഞങ്ങൾ അവനെ ക്യാൻസൽ ചെയ്യുകയാണ്. എല്ലാ തിന്മകളെയും പിശാച് വിതയ്ക്കാൻ വേണ്ടി പ്ലാൻ ഒരുക്കിയ സകലതിനെയും ഇന്ന് രാവിലെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. പിശാച് ഒരുക്കിയവനെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. പിശാച് ഒരുക്കിയ പദ്ധതികളെ ഞങ്ങൾ നസറായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. അവന്റെ പുറകിൽ വ്യാപരിക്കുന്ന സകല ഡീമോണിക് വിലങ്ങളെയും, അവന്റെ പുറകിൽ വ്യാപരിക്കുന്ന സകല ദുഷ്ടാത്മ സേനകളെയും ഇന്ന് രാവിലെ ഞങ്ങൾ ശാസിക്കുകയാണ്. കർത്താവേ, എന്നിട്ട് ഞങ്ങളെ കാണിച്ച വാഗ്ദത്തങ്ങൾ, ഞങ്ങളെ കാണിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളുമായി പിതാവേ ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് അടുത്തു വരികയാണ്. അത് ഞങ്ങളുടെ തുറക്കുവാൻ ഞങ്ങളുടെ മേൽ അങ്ങ് തുറന്നിരിക്കുന്ന നീതിക്കായി സ്തോത്രം. ഞങ്ങളെ നീതിമാന്മാരായി എണ്ണിയവനായി സ്തോത്രം. പാപത്തിന്റെ ആക്സസ് ഞങ്ങൾ ഇന്ന് എടുത്തു മാറ്റി ദൈവിക വാഗ്ദത്തങ്ങൾ തുറക്കേണ്ടതിന് റബൽ പ്രൗഢമന പാപത്താൽ ഞങ്ങളുടെ മേൽ വരേണ്ട ശിക്ഷയുടെ അല്ലെങ്കിൽ കർത്താവ്യ പൈശാചിക റിലത്തിന്റെ കർത്താവ്യ ആക്സസുകളെ അടച്ച് ദൈവത്തിന്റെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചവനെ തുറക്കുന്ന ഡിവൈൻ ആക്സസുകൾ തുറന്നു വരുവാൻ ഞങ്ങളെ കർത്താവ് നീതിയാക്കിയവനായി സ്തോത്രം. കയറട്ടെ. ആത്മാവിൽ അത് വെട്ടിപ്പിടിക്കുവാൻ, ആത്മാവിൽ അവരകത്തേക്ക് കയറുവാൻ, ആത്മാവിൽ അത് അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇവർ വീര്യമുള്ളവരായി മാറട്ടെ. അവകാശങ്ങൾ ഞങ്ങളുടെ മേൽ തുറക്കും. രാജ്യങ്ങൾ ഞങ്ങളുടെ മേൽ രാജ്യങ്ങൾ അവകാശമായി ഞങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടു വരും.
ദൈവം നിങ്ങളെ കാണിക്കുന്ന കാഴ്ചകൾക്ക് അമിതമായ പ്രാധാന്യത ജീവിതത്തിലുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ദൈവം കാണിക്കാൻ തുടങ്ങി. ഈ ദിവസങ്ങളിൽ ഞാൻ ആൾക്കാർ പറയുന്നത് കേട്ട് സ്തംഭിച്ചു പോവുകയാണ്. ഒരാളെന്നോട് പറഞ്ഞതാണ്, പാസ്റ്റർ, ഞാൻ കാണുന്ന മുഴുവൻ കുടുംബത്തിലെ കാര്യങ്ങൾ കാണുകയാണ്. ഇപ്പം അത് കാണാൻ തുടങ്ങിയപ്പോൾ ഭർത്താവിന് പേടിയാകുന്നു. ഭർത്താവ് പറയും, നീയൊക്കെ കാണുന്നത് നെഗറ്റീവാണല്ലോ. നെഗറ്റീവ് അല്ല അത്, അവർക്ക് അറിയാത്തതുകൊണ്ട് നെഗറ്റീവ് അല്ല അത്. നമ്മുടെ കുടുംബത്തിന്മേൽ വിതയ്ക്കുവാൻ പിശാച് ആഗ്രഹിച്ചതിനെ ദൈവം അധികാരത്തോടെ എടുത്തു മാറ്റുവാൻ നമുക്ക് കർത്താവ് കൃത്യമായ കാഴ്ചകൾ കാണിക്കുകയാണ്. നിങ്ങളുടെ മേലെല്ലാം സ്പിരിച്വൽ റിലങ്ങൾ അത് ഓപ്പണാകും. അങ്ങനെ ഓപ്പണാകും. 2, നിങ്ങളെ കർത്താവ്, ഞാനിത് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്, ദൈവം നിങ്ങളെ കാണിച്ചിരിക്കുന്ന കാഴ്ചകൾ കഴിയുമെങ്കിൽ ഒരു നോട്ട്ബുക്കിനകത്ത് എഴുതിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവം നിങ്ങളിലൂടെ ഒരു രാജ്യത്തിൻ്റെ ഉണർവിനായി, പ്രത്യേകിച്ച് രാജ്യങ്ങളെക്കുറിച്ച് കണ്ട കാഴ്ചകൾ, പട്ടണത്തെക്കുറിച്ച് കണ്ട കാഴ്ചകൾ, നിങ്ങളുടെ സഭകളെക്കുറിച്ച് നിങ്ങൾ കണ്ട കാഴ്ചകൾ നിങ്ങൾ എഴുതി വയ്ക്കുകയും അത് ദൈവസന്നിധിയിൽ നിങ്ങളിലൂടെ ദൈവം അത് തുറക്കും. നിങ്ങളെയാണ് കർത്താവ് ആ കാര്യം ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളാണ് ആ വിഷയത്തിൽ കാവൽക്കാരൻ, നിങ്ങളാണ് ആ വിഷയത്തിലെ കാവൽക്കാരൻ. ദൈവം എന്താണോ നിങ്ങളെ കാണിച്ചത്, നിങ്ങളാണ് ആ വിഷയത്തെ ഡീൽ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ വളർച്ച, നിങ്ങളുടെ സ്പിരിച്വൽ മെച്യൂരിറ്റി അത് തുറക്കുവാനുള്ള ഒരു ടൂളാണ്. ആകയാൽ ഈ ദിവസങ്ങളിൽ ആ വിശ്വാസത്താൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്പനേരം ഇതെല്ലാം കൂടെ ധ്യാനിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് ഘട്ടം ഘട്ടമായിട്ട് ഇത് മുഴുവൻ നിങ്ങളിലൂടെ കർത്താവ് തുറക്കാൻ തുടങ്ങും. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചത് നിങ്ങളുടെ കുടുംബം മുഴുവൻ ദൈവത്താൽ ഒരനുഗ്രഹമായി മാറും. ഞാൻ നമ്മുടെ കുടുംബങ്ങളെല്ലാം ഒരു വാക്ക് ബ്ലസ് ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കാണുന്ന സ്വപ്നങ്ങൾ നിങ്ങൾ എഴുന്നേറ്റ കിടക്കയിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ മേലെ സ്പിരിച്വൽ റിലം ഓപ്പണാണ്. ഒരു സ്വപ്നം കണ്ടു കഴിയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് റേമ നിങ്ങളുടെ മേൽ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ മുറിയിൽ അങ്ങനെ ഒരു റിലം ഓപ്പണാണ്. ആ റിലം ഓപ്പണായി കിടക്കുമ്പോൾ തന്നെ നിങ്ങൾ ക്യാൻസൽ ചെയ്യേണ്ടതിനെ ക്യാൻസൽ ചെയ്യുക, പ്രഖ്യാപിക്കേണ്ടതിനെ പ്രഖ്യാപിക്കുക. മറ്റൊരു വ്യക്തിക്കുണ്ടാകാൻ പോകുന്ന അനർത്ഥമാണെങ്കിൽ, അവസ്ഥയാണെങ്കിൽ, നെഗറ്റീവുകളാണെങ്കിൽ നിങ്ങൾ ചാടിക്കയറി അവരെ വിളിച്ചു പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കരുത്. ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട്. സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആരെക്കുറിച്ചാണ് കണ്ടേ, എന്താ കണ്ടേ, മൊത്തം അവരോട്. അപ്പം ഞങ്ങളത് കാണുന്നവരാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാക്കാൻ വേണ്ടി, എല്ലാവരും കാര്യമല്ല കേട്ടോ പറയുന്നവരുണ്ട്, നിങ്ങളത് പറഞ്ഞ് അപകടം ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് എല്ലാ സ്വപ്നങ്ങളും പറയാനുള്ളതല്ല. പ്രത്യേകിച്ച് മറ്റുള്ളവരെ നെഗറ്റീവുകൾ ദൈവം നിങ്ങളെ കാണിക്കുന്നത് പറയാനുള്ളതല്ല. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ടാമത് ദൈവം വീണ്ടും കാണിച്ചാൽ, പറയാൻ പറഞ്ഞ് കാണിച്ചാൽ മാത്രം ആ കാര്യങ്ങൾ പറയുക എന്ന കാര്യം കൂടെ നിങ്ങൾ സൂക്ഷിക്കുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സ്പിരിച്വൽ റിലത്തിനകത്തുള്ള യാത്രകൾ എന്നൊരു ഭാഗം എനിക്ക് നിങ്ങൾക്ക് എടുക്കണമെന്ന് എൻ്റെ അകത്തുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവാത്മാവിൽ അങ്ങനെയുള്ള സ്പിരിച്വൽ ജേണികൾ ആത്മാവിൽ സംഭവിക്കാൻ തുടങ്ങും. ഇത് സ്പിരിച്വൽ വളർച്ചയുടെ അടുത്ത ലക്ഷണമാണ്, അടുത്ത അനുഭവമാണ്. അങ്ങനെ ഉറക്കത്തിൽ സ്വപ്നങ്ങളിലൂടെ സഞ്ചരിച്ചവരെ എനിക്കറിയാം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോഡിയിൽ നിന്ന് സ്പിരിറ്റ് വിട്ടുമാറി രാജ്യങ്ങളുടെ മുകളിൽ പോയി പ്രാർത്ഥിച്ചവരെ എനിക്കറിയാം. സ്പിരിച്വൽ വാർഫെയറിനകത്ത് കർത്താവ് ഈ തലങ്ങളെല്ലാം ഉപയോഗിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ആഴമായി പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ ഇന്ന് രാവിലെ അങ്ങനെ ഒരു കാര്യം കൊണ്ട് ഓർപ്പിക്കുന്നു. അങ്ങനത്തെ ഒരു സ്പിരിച്വൽ റിലം ഷാലോമിൽ നമ്മുടെ മേൽ കർത്താവ് തുറക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഞാൻ ഈ സെക്ഷനിലൂടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് പകൽ എറണാകുളം ലവ് ഫീസ്റ്റിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെഫ്രി കണ്ടമാന യൗവനക്കാരെ കർത്താവിലേക്ക് തിരിക്കാൻ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൗവനക്കാരനാണ്, ദൈവദാസനാണ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെഫ്രി. കർത്താവിൻ്റെ ദാസൻ്റെ വൈഫ് മീഗിൾ, ഞാൻ സ്പിരിച്വൽ വളരാൻ തുടങ്ങിയ സമയത്ത് 1997, 98, 90 ആ കാലത്ത് ഈ റിലങ്ങൾ ഏറ്റവും ഹയർ നിലയിൽ ഉപയോഗിക്കുന്ന ഒരു സഹോദരിയായിരുന്നു. ഇന്ന് രാവിലെ കർത്താവിൻ്റെ ദാസൻ നമ്മളെ ശുശ്രൂഷിക്കുന്നു. നിങ്ങൾ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ കുടുംബങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഇന്ന് രാവിലെ ഒരുമിച്ച് കടന്നു വന്ന് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നല്ലോ. ഞങ്ങളുടെ കുടുംബങ്ങളെ നീ അനുഗ്രഹിച്ചല്ലാതെ ഞങ്ങൾ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് പറഞ്ഞ ആ വാക്ക് ഞങ്ങളും ആവർത്തിക്കുകയാണ്.
ഞങ്ങൾ പുതിയ നിയമപ്രകാരം ഒന്നുകൂടെ ഞങ്ങൾ ആത്മാവിൽ റില്ലത്തിൽ ഗ്രേഡ് കൂടിയ പദവിയിൽ ഞങ്ങൾ ഉയർന്നു നിൽക്കുന്നവരാണെങ്കിലും യാക്കോബ് പറഞ്ഞ വാക്ക് ഞങ്ങൾ ഉദ്ധരിക്കുന്നു. കണ്ടമാനം അവസ്ഥകൾ ഞങ്ങളുടെ മടിയിലുണ്ട്. ഞങ്ങളുടെ ഇടയിൽ പലരും രോഗികളാണ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ പല കാര്യങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികമായി തകർച്ചയിൽ കർത്താവ് പല കുടുംബങ്ങൾ കടഭാരത്തിലാണ്. വഴികൾ അടഞ്ഞു നിൽക്കുന്നവരുണ്ട്. കുടുംബത്തിൽ പ്രയാസങ്ങളുള്ളവരുണ്ട്. തലമുറകളുടെ പഠനം, അവരുടെ ജോലി, അവരുടെ ഭാവി, കണ്ടമാനം അവസ്ഥകളുടെ നടുവിലൂടെ കുരുക്കുകളകത്ത് പെട്ടുകിടക്കുന്നവരുണ്ട്. ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ പേര് പറഞ്ഞ് വിഷയങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ ഞങ്ങൾ ഈ കുടുംബങ്ങൾ മുഴുവൻ ബ്ലെസ്സഡ് ആകാൻ പ്രാർത്ഥിക്കുന്നു. തലമുറകൾ പഠനത്തോട് ബന്ധത്തിൽ വിദേശത്ത് പല സ്ഥലങ്ങളായിരിക്കുന്നവരുണ്ട്. തലമുറകളുടെ ഭാവിക്ക് വേണ്ടി തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അടിമത്തുകളുടെ അകത്ത് പെട്ടുകിടക്കുന്നവരുണ്ട്. ജീവിത പങ്കാളിയുമായിട്ട് ആത്മാവിൽ ഒന്നായി നിൽക്കാൻ പറ്റാത്തവരുണ്ട്. ഇവരെല്ലാം ഞങ്ങൾ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ കുടുംബങ്ങളുടെ മേൽ മുഴുവൻ ദൈവിക ബ്ലെസ്സിങ്ങുകൾ തുറന്നു വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രിയ തോമസ് മുതനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗ്രേമ സിസ്റ്റർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗ്രേസ് ടീച്ചർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഡേസി ഡേവിഡിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സുശീല സിസ്റ്റർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സോണിയ പോളിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അഞ്ജു സിസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. സജിനി സിസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. റോസ്ലി ജോസഫിനായി പ്രാർത്ഥിക്കുന്നു. സൂസമ സിസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. തോമസ് ബാബു ബ്രദനായി പ്രാർത്ഥിക്കുന്നു. ജയ സദാശിവ ബ്രദനായി സിസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. സിന്ധുദാസിനായി പ്രാർത്ഥിക്കുന്നു. സോഫിയ കോയമ്പത്തൂർ സിസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. ബ്രൈറ്റിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ആൽബിക്കായി പ്രാർത്ഥിക്കുന്നു. ശുദ്ധാവർഗീസിനായി പ്രാർത്ഥിക്കുന്നു. ഹേമ സിസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. ലിനി എബ്രഹാമിനായി പ്രാർത്ഥിക്കുന്നു. ഉഷ രാമകൃഷ്ണനായി പ്രാർത്ഥിക്കുന്നു. വിമല സിസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. ഗേളി സിസ്റ്റർക്കായിട്ട്, ബീന ബാലഗോപാലിനായിട്ട്, ഡെൽഫി സിസ്റ്റർക്കായി, നിർമ്മല സിസ്റ്റർക്കായി, റോസ്മിൻ രാജുവിനായി, കർത്താവ് ഞങ്ങളുടെ സഹോദരിമാർ അവരുടെ കുടുംബങ്ങൾക്കായി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോളി പൗലോസിനായി പ്രാർത്ഥിക്കുന്നു. മോളി ജോസഫിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രിയ വള്ളിബ സിസ്റ്റർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജിഷ അനിലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലിനി അഗസ്റ്റിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എലിസബത്തിനായി പ്രാർത്ഥിക്കുന്നു. സൂസബ സിസ്റ്റർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രഭാ ജോർജിനായി പ്രാർത്ഥിക്കുന്നു. പ്രസന്നകുമാരി സിസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. അന്നമ്മ വർഗീസിനായി പ്രാർത്ഥിക്കുന്നു. ജേക്കബ് ബ്രദനായി പ്രാർത്ഥിക്കുന്നു. ലുദിയ സിസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. മിനി ബാബുവിനായി പ്രാർത്ഥിക്കുന്നു. രചന സിസ്റ്റർക്കായി ഞങ്ങൾ ഈ രാവിലെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രചന ഫിലിപ്പിനായി പ്രാർത്ഥിക്കുന്നു. പ്രമീള സിസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. ആനി ജെയ്സനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗ്രേസി ഡേവിഡിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് രജനി സിസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രിയ ലതാ ഉല്ലാസിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രിയ തനൂജ സിസ്റ്റർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജയന്തി സിസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ രാഗിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഡയാനയ്ക്കായി പ്രാർത്ഥിക്കുന്നു. വിശാൽ ബ്രദനായി പ്രാർത്ഥിക്കുന്നു. റീന ജോർജനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജാസ്മിൻ സജിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ അരവിന്ദനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹ കുര്യനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബ്രദർ ഡൊമിനിക്കിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷൈനി സിസ്റ്റർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഫെബിനായി പ്രാർത്ഥിക്കുന്നു. സുനിത സിസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. ദബോരയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ പറഞ്ഞപ്പോൾ പേര് പറയാൻ വിട്ടവരുണ്ടായിരിക്കും. കർത്താവ് അവരെല്ലാം ഞങ്ങൾ ദൈവങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഈ കുടുംബങ്ങളെല്ലാം അനുഗ്രഹമായി മാറട്ടെ. ഞങ്ങൾ ഈ കുടുംബങ്ങളെ അങ്ങ് അനുഗ്രഹിക്കാതെ ഞങ്ങൾ അങ്ങയെ വിടുകയില്ല. ഞങ്ങളുടെ കുടുംബത്തിന് മേലും അത് തുറക്കണമേ. ഞങ്ങളുടെ സഭകളുടെ മേൽ, കൂട്ടായ്മകളുടെ മേൽ എല്ലാം അത് തുറക്കണമേ. പ്രാർത്ഥനയ്ക്കായി പകൽ മീറ്റിംഗുകൾ വരുന്നവരുണ്ട്. സൂമിലൂടെ യൂട്യൂബിലൂടെ ഒക്കെ സന്ദേശം കേൾക്കുന്നുണ്ട്. കുടുംബങ്ങളുടെ മേലെല്ലാം കർത്താവ് ബ്ലെസ്സിങ്ങിന്റെ ഡോർ തുറക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഒരിക്കൽ കൂടെ കർത്താവ് ഞങ്ങളുടെ മക്കളെയെല്ലാം സ്പിരിച്വൽ കണ്ണ് തുറക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്പിരിച്വൽ കണ്ണ് തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ ക്രിസ്തുവിൽ വളരുന്നു. സന്ദേശങ്ങളിലൂടെ ദൈവ ശബ്ദമായി ഇവർ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്താണ് ഇവരെ കുറിച്ച് ആഗ്രഹിക്കുന്നവർ? എന്താണ് ഇവരെ കുടുംബത്തെക്കുറിച്ച് അങ്ങ് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ലക്ഷ്യം? അത് അങ്ങ് ഇവരിൽ തുറക്കുവാൻ ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് തുറന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മഹത്വം ഞാൻ അർപ്പിക്കുന്നു. പ്രാർത്ഥന കടവനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്ന് വന്നേക്ക് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവരെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഷലോം.